ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ പോയിന്റ്. എന്നും നമ്മുടെ ചാനലിലൂടെ സിനിമ വാർത്തകളും അപ്ഡേറ്റുകളും ഒക്കെ പങ്കുവെക്കാറുണ്ട്. സോ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് AA22. അല്ലു അർജുൻ 3 വ്യത്യസ്ത ഗെറ്റപ്പുകളിലെത്തുന്ന ഈ ചിത്രത്തിൽ ദീപിക പദുകോൺ, ജാൻവി കപൂർ, മൃണാൽ താക്കൂർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുക. നിലവിൽ കാസ്റ്റിംഗ് വർക്കും ലൊക്കേഷൻ ഹണ്ടും നടന്നു വരുന്ന AA22ലെ വില്ലൻ കഥാപാത്രത്തെ പറ്റി ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ അല്ലു അർജുൻ അവതരിപ്പിക്കുന്ന ഒരു അനിമേഷൻ കഥാപാത്രമായിരിക്കും സിനിമയിലെ പ്രധാന വില്ലൻ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒരു ടൈം ട്രാവൽ സയൻസ് ഫിക്ഷൻ ജോണറിലാവും സിനിമ ഒരുങ്ങുന്നതെന്നും ഓരോ കഥാപാത്രത്തിനും അനുയോജ്യമായ ബോഡി ട്രാൻസ്ഫർമേഷൻ, സ്റ്റൈലിംഗ്, ലുക്കുകൾ എന്നിവ ഉണ്ടാക്കിയെടുക്കാനുള്ള കഠിനമായ പരിശീലനത്തിലാണ് അല്ലു അർജുൻ എന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 700 കോടി രൂപയോളം ബഡ്ജറ്റിൽ സൺ പിക്ചേഴ്സിന് വേണ്ടി കലാനിധി മാരനാണ് AA22 നിർമ്മിക്കുന്നത്. ഹോളിവുഡിൽ നിന്നും കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ഹൊറർ ത്രില്ലർ സിനിമയായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻസ്. മികച്ച സിനിമയെന്ന അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും ബ്ലഡ് ലൈൻസിന് ലഭ്യമായത്. എന്തായാലും ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്ത് 7 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയിൽ നിന്നും മാത്രം 32 കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷനെ സ്വന്തമാക്കി കഴിഞ്ഞു. ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ $50 മില്യൺ ബഡ്ജറ്റിൽ തയ്യാറായ ഈ സിനിമ 7 ദിവസങ്ങൾ കൊണ്ട് മാത്രം $130 മില്യൺ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുണ്ട്. ടൊവിനോ തോമസ് നായകനായിട്ടെത്തി ഇന്നലെ തിയേറ്റർ റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ നരിവേട്ട. തിയേറ്ററുകളിൽ നിന്നും മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ നരിവേട്ടയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം റിലീസിനെത്തി ആദ്യ ദിവസം കേരളത്തിൽ നിന്ന് മാത്രം 1,60,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 2,80,00,000 രൂപയും സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായി കാത്തിരിക്കുക. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലേക്ക് എത്തി ഇൻഡസ്ട്രി ഹിറ്റ് വിജയം നേടിയ തുടരും സിനിമ റിലീസിനെത്തിയിട്ട് ഇന്ന് 1 മാസം തികഞ്ഞിരിക്കുന്നു. ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 30 ദിവസങ്ങൾ കൊണ്ട് തുടരും ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 115,50,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് ആയി 227,60,00,000 രൂപയും സ്വന്തമാക്കി കഴിഞ്ഞു. ശിവകാർത്തികേയനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മദ്രാസി. നിലവിൽ ശ്രീലങ്കയിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന മദ്രാസിയുടെ അവസാനഘട്ട ചിത്രീകരണത്തിൽ വിജയ് സേതുപതിയും പങ്കുചേരുന്നുണ്ടെന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു കാമിയോ റോളിലാണ് വിജയ് സേതുപതി എത്തുക. കഴിഞ്ഞ മെയ് 1-ാം തീയതി തെലുങ്കിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഒരു A സർട്ടിഫിക്കറ്റ് മൂവിയായിരുന്നു നാനി നായകനായിട്ടെത്തിയ ഹിറ്റ് 3. ഇപ്പോൾ ഹിറ്റ് 3 OTT റിലീസിലേക്ക് കടക്കുകയാണ്. ആദ്യം ഹിറ്റ് 3 ഈ വരുന്ന ജൂൺ 5-ാം തീയതിയാണ് OTT റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ജൂൺ 5-ൽ നിന്നും റിലീസ് തീയതി മെയ് 29-ലേക്ക് പ്രീപോൺ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന മെയ് 29-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഹിറ്റ് 3 OTT സ്ട്രീമിംഗ് ആരംഭിക്കും. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്തു വരുന്ന ജയിലർ 2 എന്ന ചിത്രത്തിൽ 2 ദിവസത്തെ ഷൂട്ടിന് മലയാളി താരം വിനായകനും പങ്കുചേരുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് സീനിലെ ചിത്രീകരണത്തിനാണ് വിനായകൻ ജയിലർ 2-ൽ എത്തുന്നത്. ഓൾറെഡി വർമ്മൻ എന്ന പ്രധാന വില്ലൻ വേഷത്തിൽ വിനായകൻ ജയിലറിന്റെ ആദ്യ ഭാഗത്തിൽ അഭിനയിച്ചിരുന്നു. സൽമാൻ ഖാനെ നായകനാക്കി AR മുരുകദോസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് സിക്കന്ദർ. ചിത്രം തിയേറ്ററിൽ വൻ പരാജയമായി മാറിയിരുന്നു. ഇപ്പോൾ സിക്കന്ദർ OTT റിലീസിലേക്ക് കടക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് സിക്കന്ദറിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണി മുതൽ സിക്കന്ദർ OTT-ൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ബിന്ദു സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ 16 ദിവസത്തെ കളക്ഷൻ ഒന്ന് പരിശോധിക്കാം. 16 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 13,50,00,000 രൂപയോളം സ്വന്തമാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ ദിലീപ് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 16 ദിവസങ്ങൾ കൊണ്ട് 20 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. വിജയ് സേതുപതി, തൃഷ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രേംകുമാർ സംവിധാനം ചെയ്ത് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയ മൂവിയാണല്ലോ 96. ഇപ്പോൾ 96ന്റെ 2-ാം ഭാഗം അണിയറയിൽ ഒരുങ്ങുന്നു എന്നറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ 96 പാർട്ട് 2-ന്റെ സ്ക്രിപ്റ്റ് വർക്കുകൾ കംപ്ലീറ്റ് ആയെന്നും ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ 96 2-ന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്ന് ന്യൂസ് ലഭിച്ചിട്ടുണ്ട്. ദളപതി വിജയെ നായകനാക്കി H വിനോദ് സംവിധാനം ചെയ്യുന്ന ജനനായകൻ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഈ വരുന്ന ജൂൺ 22-ാം തീയതി വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തു വരുമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ സോങ്ങിന്റെ വർക്കുകൾ പൂർത്തിയായെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അനിരുദ്ധ് മ്യൂസിക് ഒരുക്കുന്ന ജനനായകനിൽ ഈ സോങ് ആലപിച്ചിരിക്കുന്നത് മലയാളി കൂടിയായ ഹനുമാൻ കൈൻഡ് ആണ്. ഉലക നായകൻ കമലഹാസനെ നായകനാക്കി മണിരത്നം സംവിധാനം ചെയ്ത തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ നിലവിൽ ചെന്നൈയിൽ വെച്ച് നടന്നു വരികയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോയുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ജൂൺ 5-ാം തീയതിയാണ് തഗ് ലൈഫ് റിലീസിനെത്തുന്നത്. എന്നാൽ ജൂൺ 4-ാം തീയതി രാത്രി 11:30 ചിത്രത്തിന്റെ ഒരു പ്രീമിയർ ഷോ UAE-ൽ വെച്ച് നടത്തപ്പെടുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി തഗ് ലൈഫിന്റെ മറ്റൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ പറ്റി കമലഹാസൻ പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ തഗ് ലൈഫ് ഒരിക്കലും തന്റെ മുൻ ചിത്രമായ വിക്രം ഇന്ത്യൻ 2 പോലൊരു സിനിമയല്ല. തഗ് ലൈഫിന്റെ ബോക്സ് ഓഫീസ് പ്രകടനത്തെ പറ്റി താൻ ചിന്തിക്കുന്നില്ല. ഈ സിനിമയിലെ കണ്ടന്റ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ഉദ്ദേശമെന്നും അതെന്തായാലും നിറവേറുമെന്നും പ്രതീക്ഷിക്കുന്നു. അതിൽ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനെ പറ്റി തഗ് ലൈഫിന്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കമലഹാസൻ പറഞ്ഞിരിക്കുന്നത്. ഈ വാക്കുകളിലൂടെ തഗ് ലൈഫ് ഒരു കൊമേഴ്സ്യൽ കണ്ടന്റിനേക്കാൾ ഉപരി മികച്ചൊരു സിനിമ എന്ന ലേബിൾ നേടാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ബബ്ബബ്ബ. ചിത്രത്തിന്റെ ഒരു വമ്പൻ അപ്ഡേറ്റ് ഈ വരുന്ന ജൂലൈ 4-ാം തീയതി പുറത്തു വരുമെന്ന് മൂവി ടീം തന്നെ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലായി അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റ് എന്തായിരിക്കുമെന്ന തരത്തിൽ ഒരു സൂചന നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ബബ്ബബ്ബയുടെ ആദ്യ
ആദ്യ ടീസറാണ് ജൂലൈ 4-ാം തീയതി മൂവി ടീം പുറത്തിറക്കാൻ പോകുന്നതെന്നും നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന ബബ്ബയുടെ ടീസറിൽ ലാലേട്ടന്റെ റെഫറൻസ് ഉണ്ടാവുമെന്നും അതിലൂടെ സിനിമയ്ക്ക് ഹൈപ്പ് കയറ്റാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം എന്നും ന്യൂസുകൾ ലഭിച്ചിട്ടുണ്ട്. സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കൂലി എന്ന ചിത്രം LCU അഥവാ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലുള്ള സിനിമയാണെന്ന് ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കൂലി LCUലുള്ള സിനിമയാണ്. അതിനാലാണ് ലോകേഷ് LCUവിന്റെ ഒറിജിൻ സ്റ്റോറി പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ വർക്കുകൾ പൂർത്തിയായിട്ടും അത് റിലീസ് ചെയ്യാതിരിക്കുന്നത്. നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം പൂർത്തീകരിച്ച ശേഷം ആ ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യും. അത് കാണുന്നതിലൂടെ കൂലിയും LCU സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ലോകേഷ് കനകരാജ് ഉള്ളത്. ഈ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ കൂലി അപ്ഡേറ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുന്നവരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ. എന്നും രാത്രി 9 മണി ടൈമിൽ നമ്മുടെ സിനിമാ വാർത്തകൾ പങ്കുവയ്ക്കുന്ന വീഡിയോ വരും. ആ വീഡിയോ നിങ്ങൾ മിസ്സാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.